ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്തി അച്ചാറുമായിട്ടാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിക്ക് മത്തി അച്ചാർ ഇടുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഞാനൊരു 1.5 കിലോ മത്തി, കുഞ്ഞു മത്തിയാണ്. ഈ മത്തി ഒന്ന് നല്ലപോലെ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്തി കൊണ്ട് ഇന്ന് നമുക്കൊരു അടിപൊളി അച്ചാറിട്ടാലോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ മത്തി അച്ചാർ ഇടുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മത്തി നല്ലപോലെ ഞുറുക്കി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഞുറുക്കി. ഒന്നാമത്തെ തീരെ കുഞ്ഞായിരുന്നു, അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് ഞുറുക്കിയെടുക്കാനായിട്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തത്. മൊത്തം 1.5 കിലോ മത്തിയാട്ടോ ഉള്ളത്. ഇനി അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ മത്തിക്ക് ഇച്ചിരി എരിവ് വേണം, അതുകൊണ്ട് എരിവുളുമ്പൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഒരു 2 സ്പൂണ് എരിവുള്ള മുളക് പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അത്രത്തിന് 1.5 കിലോയ്ക്കൊന്ന് പിടിക്കണമല്ലോ, അതുകൊണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് നമ്മൾ തിരുമ്മി വെക്കാനുള്ളൊരു കൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് വിനാഗിരി ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നാരങ്ങാനീരാണേലും കുഴപ്പമില്ല. നമുക്കൊരു 2 സ്പൂണ് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ. അത് ഉളുമ്പോണും ഒക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒരു പുളിയൊക്കെ ഒന്ന് ആയി കിട്ടും. നമ്മൾ ചേർക്കുന്നുണ്ട് വിനാഗിരി, എന്നാലും അതിന് വേണ്ടി ഒത്തിരി അങ്ങ് വെള്ളത്തിനകത്ത് കുഴച്ച് നമ്മൾ ഈ മത്തി തിരുമ്മി വെക്കരുത്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കുമ്പോൾ അതങ്ങ് പാടായിരിക്കും. അതുകൊണ്ട് അപ്പോൾ നമുക്കിങ്ങനെ അതിനകത്തേ ഉള്ള തുള്ളി പോലും വെള്ളമൊന്നും ഒഴിക്കാതെ അതിനകത്തേ ഉള്ള ആ വെള്ളത്തിനകത്ത് ഒന്ന് തിരുമ്മി, ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പും ഇച്ചിരി പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇത് തിരുമ്മി എടുത്ത് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് നല്ലപോലെ തിരുമ്മി എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ മീൻ ഉപ്പ് പിടിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ അച്ചാറിന് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ പുറത്തുള്ള ചാറിന് മാത്രം അരപ്പ് പിടിച്ച് നമ്മുടെ മീൻ പിടിക്കാതിരിക്കും. ബാക്കി എല്ലാത്തിനും അച്ചാറാണെങ്കിൽ പിടിച്ചോളും. നമ്മുടെ മീനല്ലേ, അതുകൊണ്ട് നമുക്ക് മീൻ ഇച്ചിരി എരിവും പുളിയും ഉപ്പും ഒക്കെ അതിനകത്തേക്കൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നേരത്തെ ഇങ്ങനെയൊന്ന് തിരുമ്മി ഞാനിതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഇപ്പം അത്യാവശ്യം ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് 1/2 മണിക്കൂർ നമുക്കൊന്ന് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും വറുത്ത് കോരിയെടുത്ത് അച്ചാറിടാം. നമ്മുടെ മത്തി അച്ചാറിടാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ മത്തി ഒന്ന് വറുത്തെടുക്കണമല്ലോ. അപ്പം ഞാനൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മുടെ ഈ മത്തി കുറേശ്ശെ ഇട്ട് വറുത്ത് കോരിയെടുക്കുന്നത്. നമ്മുടെ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വേണം അതിനകത്തിട്ട് വേണം നമുക്ക് വറുത്ത് കോരി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കണം നമ്മുടെ മത്തി. അപ്പോൾ ഇതേ നമ്മളങ്ങനെ മത്തി വറുത്തു. പക്ഷേ നമ്മുടെ മത്തി വറക്കുന്ന വീഡിയോ നമ്മുടെ ഇതിനകത്തുനിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അത് കാരണം മത്തി വറക്കുന്ന കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ വറുത്ത് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് മത്തി എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ മൂപ്പിച്ച് വറുത്ത് കോരാനായിട്ട് അച്ചാറിടാൻ എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട കാര്യമില്ല. അപ്പോൾ അതെൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റാതെ വന്നത്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. അപ്പോൾ നമ്മുടെ കടുക് ഇതേ പൊട്ടുന്നുണ്ട്, നന്നായിട്ട് കടുക് പൊട്ടി. അപ്പോൾ ഞാനിത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഒരു 5 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ മത്തിയാണല്ലോ, അപ്പോൾ മത്തിക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ വേണം. അതുകൊണ്ട് ഞാനൊരു 5 സ്പൂണ്, ഒരു മുഴുത്ത സ്പൂണിന് ഒരു 5 സ്പൂണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാനൊരു 5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് ആ പച്ച കുത്തലുമണമൊക്കെ ഒന്ന് പോകുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതങ്ങനെ നമ്മുടെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ അതിനകത്തേക്കിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ കറിവേപ്പില ഒത്തിരി അങ്ങനെ കരിഞ്ഞു പോകണമെന്നൊന്നുമില്ല. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 2 സ്പൂണ് നമ്മുടെ മത്തി ആയതുകൊണ്ട് ഇച്ചിരി എരിവ് വേണമെന്ന് ഓർത്തുകൊണ്ട് ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും
ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ വെള്ളത്തിൽ ചാലിച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാത്തിനും മീൻകറിക്കാണേലും അച്ചാറിനാണേലും എന്തിനാണേലും ഞാൻ ഇങ്ങനെ ചാലിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ചൂട് ഇതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് കരിഞ്ഞു പോകും. എത്ര നമ്മൾ ഇത് കുറച്ച് വെച്ചിട്ടിട്ടാലും ആ പെട്ടെന്ന് പൊടി അങ്ങ് ഇടുമ്പോഴത്തേക്ക് പൊടി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുകൊണ്ടോ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി മുളക് പൊടി ചാലിച്ച് വെക്കുമ്പം അത് നല്ല തിളപ്പിച്ചാർച്ച വെള്ളത്തിനകത്തോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിനകത്തോ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരൂടെ നല്ലതാണ് കേട്ടോ. പച്ചവെള്ളത്തിനകത്ത് വെക്കുന്നതിനേക്കാളും നമ്മുടെ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് വേവുകയും ചെയ്യും. അപ്പം നമുക്ക് നന്നായിട്ട് ഇതുകൊണ്ടോ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നോടം വരെ നമ്മുടെ ഈ മുളകും പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിനകത്ത് മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയി കിട്ടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മൾ മീൻ ഉപ്പിട്ടാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂണ് പഞ്ചസാര. മീനച്ചാറിനകത്ത് പഞ്ചസാര ചേർക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കണ്ട, ഒന്ന് ചേർത്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയണം. ഇതുകൊണ്ടോ ഈ 1 സ്പൂണ് പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ മധുരത്തിനെ എരിവിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ മീനച്ചാറിനകത്ത് ആരും പഞ്ചസാര ചേർത്തുന്നിടത്ത് ഒന്നും പറയണ്ട. പക്ഷേ അതങ്ങനെയൊന്നും ചേർക്കാത്തവരൊക്കെ അങ്ങനെ ഒന്ന് ചേർത്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇതുപോലെ ഒത്തിരി മധുരം കോരി ഇടരുത്. ജസ്റ്റ് ഒരു സ്പൂണ് പഞ്ചസാര ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എരിവും എല്ലാത്തിനും ഒന്ന് ബാലൻസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ അച്ചാറിന് ഇച്ചിരി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അങ്ങനെ നല്ലപോലെ അത് എല്ലാം മൂത്തുകൊണ്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് എന്തേരം പുളിയൊക്കെ വേണം, അല്ലെങ്കിൽ എന്തേരം നമ്മുടെ മീനുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കണം നമ്മുടെ ഈ അരപ്പ്. അപ്പോൾ ഈ അരപ്പ് തിളപ്പിക്കുമ്പോൾ നമ്മുടെ ആ വിനാഗിരിയുടെ ആ കുത്തലുമണമൊക്കെ അങ്ങ് പോയി കിട്ടുവേ. നമ്മൾ ഒഴിച്ചേക്കുന്നത് സാധാരണ സിന്തറ്റിക് വിനാഗിരി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് ആ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കാം. നമുക്ക് ഉപ്പിച്ചിരി കുറവുണ്ട്, അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ രാത്രിക്ക് എടുത്ത വീഡിയോ ആണ്, അതാണ്. നമ്മുടെ ആ ഇതിൻ്റെയൊക്കെ കളറിൻ്റെയൊക്കെ വ്യത്യാസമേ ഉണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ വിനാഗിരി ഇതുമായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിച്ച് ചെറു ചൂടോടുകൂടി വെച്ചിരിക്കുന്ന 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മീൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ മീൻ അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് കുതിരണം. ഒന്ന് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കുറുകിപ്പോവും. അതുകൊണ്ട് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മളിത് അച്ചാർ പൊടി അങ്ങനെയൊന്നും ചേർത്തല്ല നമ്മൾ ഉണ്ടാക്കിയ അച്ചാറാണ്. നമ്മൾ വെറും മുളക് പൊടി മാത്രം ഇട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഉലുവാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ മേടിച്ച ഉലുവാപ്പൊടിയാണ്, ഇല്ലെങ്കിൽ നമ്മൾ വറുത്ത് പൊടിച്ച് വീട്ടിൽ വെച്ചേക്കുന്ന ഉലുവാപ്പൊടിയാണെങ്കിലും മതി, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവാക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ അച്ചാറിനൊരു നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നത്. ഇതുകൊണ്ട് അങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ഇട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഇതുണ്ടോ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയപ്പോൾ നോക്കി ഇത്രയും ചാറെങ്കിലും വേണം നമ്മുടെ മീനച്ചാറിന്. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ മീനച്ചാർ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറുകി പോകുമല്ലോ. ഇതുണ്ടോ ഈ അച്ചാർ ഇത് തിളച്ചു. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ ഒഴിച്ച വെള്ളവും തിളച്ചു, വിനാഗിരി തിളച്ചു, ഇതെല്ലാം തിളച്ചു. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് തിളയ്ക്കാനോ വേകാനോ ഒന്നുമില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ. ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് ഇനി ഇതിനകത്ത് നമ്മുടെ ഏറ്റവും മെയിൻ സംഭവമായ നമ്മുടെ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മണവും
രുചി എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ അച്ചാറിന് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഏറ്റവും നല്ലതാണല്ലോ കായം, വയറിനും ഒക്കെ നല്ലതാണ്. നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മണമെന്നൊക്കെ നമ്മൾ അച്ചാർ പൊടി ചേർക്കുകയാണെങ്കിൽ ഇത്രയും കായം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അച്ചാർ പൊടി ചേർക്കാത്തതുകൊണ്ടാണ്, അച്ചാർ പൊടിക്കകത്ത് കായത്തിൻ്റെ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ അച്ചാർ പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു 3/4 സ്പൂണ് കായവും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി നമ്മുടെ മത്തി അച്ചാറിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം ഇതുണ്ടോ, ഇതിനകത്ത് വെള്ളം വേണമെങ്കിൽ, ചാറിച്ചൂടെ വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ എല്ലാം പാകമുണ്ട്. ഉപ്പ്, പുളി, എരിവ് എല്ലാം നല്ല അടിപൊളിയാണ്. നമ്മൾ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തപ്പോൾ എല്ലാം അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട്. പിന്നെ ഇത് നാളെ ഇനി കൂട്ടി നോക്കുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നമുക്കുള്ള ടേസ്റ്റ്, തണുത്തിട്ട് അച്ചാർ കൂട്ടണം. അപ്പോൾ നാളെ തൊട്ട് ഇത് കൂട്ടാൻ തുടങ്ങാം. ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ 1 വർഷം ഇരുന്നാലും ഇത് കേടാവുകയില്ല. നമ്മൾ ഈ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി. ഇത്രയും ചാറ് വേണ്ടെന്നുള്ളവർക്ക് കുപ്പിക്കകത്തൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും ചാറ് വേണ്ടല്ല, ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് വിട്ട് നോക്കി. അടിപൊളിയാണ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. പിന്നെ ഒത്തിരി അങ്ങ് വിനാഗിരി കോരി ഒഴിച്ച് പുളിപ്പിച്ച് കളയണ്ട. ആവശ്യത്തിനുള്ള ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള വിനാഗിരി, പുളിയും ഉപ്പും എരിവുമൊക്കെ ചേർത്ത അടിപൊളി ഒരു അച്ചാറാണ്. നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.